Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂരിലെ ജനങ്ങൾ യുഡിഎഫിനൊപ്പമെന്ന് യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി. പി.വി. അൻവർ യുഡിഎഫിന് മുന്നിൽ അടഞ്ഞ അധ്യായമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അൻവർ സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ച് മുന്നോട്ട് പോയി. അതിനാൽ തന്നെ ഇനി അടഞ്ഞ അധ്യായമായി മാറി. പി.വി. അൻവറുമായി സംസാരിക്കുകയും യുഡിഎഫിൽ എടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അൻവർ മത്സരവുമായി മുന്നോട്ട് പോകട്ടെ എന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അൻവറിനെ ഒപ്പം നിർത്തണമെന്ന് വള്ളിക്കുന്ന് എം.എൽ.എ പറഞ്ഞതിനെപ്പറ്റി ചോദിച്ചപ്പോൾ നിങ്ങൾ യുഡിഎഫിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്ന മറുചോദ്യമാണ് അടൂർ പ്രകാശ് ഉന്നയിച്ചത്. യുഡിഎഫ് സ്ഥാനാർത്ഥിയെ പറ്റിയുള്ള അൻവറിന്റെ പരാമർശം വളരെ തരം താഴ്ന്നതായി മാറിയെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്തായാലും വർത്തമാനം പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നോക്കണ്ട, അതൊരിക്കലും ഉണ്ടാകില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ യുഡിഎഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കും. ഏറ്റവും ഒടുവിൽ ഈ നിലപാട് അടഞ്ഞ അധ്യായമാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ്. അല്ല, അതേ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. ഇന്നലെ തന്നെ പറയുകയുണ്ടായി ഇത് ഒരു അടഞ്ഞ അധ്യായമായി. ഞാൻ പറയുന്നത് ഇപ്പോഴല്ലേ. ഇന്നലെ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ഒരല്പം ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളത് ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇന്നത്തെ ഒരു നിലപാട് വെച്ചുകൊണ്ട് ഇത് അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കുന്നതാണ് പറയുന്നതാണ്. ബിജെപിയുമായി എൽഡിഎഫ് ധാരണ പ്രകാരമാണ് രണ്ടാം പിണറായി സർക്കാർ വന്നത്. യുഡിഎഫ് സംഭാവനയാണ് ബിജെപി സ്ഥാനാർത്ഥിയെന്ന എം സ്വരാജിന്റെ പ്രസ്താവനയോട് ബിജെപിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാക്കി കൊടുക്കുന്ന പണി യുഡിഎഫിനില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. പി.വി. അൻവർ വിഷയത്തിൽ മുസ്ലിം ലീഗിന് ഒരു അസംതൃപ്തിയുമില്ല. തീരുമാനം ഒറ്റക്കെട്ടാണ്. ആര്യാടനെതിരെയുള്ള ഇ.പി. ജയരാജന്റെ പ്രസ്താവന തരം താഴ്ന്നതാണ്. മൺമറഞ്ഞ നേതാക്കളെ അപമാനിക്കുന്നത് ശരിയല്ല. വി.ഡി. സതീശനെ ഒറ്റപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കം നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പി.വി. അൻവറുമായി നടത്തിയ ചർച്ച യുഡിഎഫിന് ക്ഷീണം ചെയ്തില്ലേ എന്ന ചോദ്യത്തിന് എം.എൽ.എ എന്ന നിലയിലുള്ള സന്ദർശനമായി കാണുന്നുവെന്നാണ് മറുപടി. ഇന്ന് യുഡിഎഫ് നേതാക്കൾ യോഗം ചേരും. വൈകുന്നേരം 7 മണിക്ക് കോഴിക്കോട് വെച്ചാണ് യോഗം ചേരുക. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.